കേരളത്തിൽ ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് പ്രഖ്യാപനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഏത് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വന്നാലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമാണ്. 9-ാം തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ച തീയതിക്ക് തന്നെ തെരഞ്ഞെടുപ്പ് ഫലപ്രദമായി നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം ഏറെക്കുറെ നേരത്തെ തന്നെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. അപൂർവം ചില മണ്ഡലങ്ങളിൽ ചില ധാരണകളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപനം വരും. മുന്നണിയുടെ പാർട്ടികൾ മുന്നണി സീറ്റ് വിഭജനം നടത്തിയിട്ടുണ്ടെങ്കിലും ഓരോ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ ആരാണെന്ന് തീരുമാനിക്കുക ആ പാർട്ടിയാണ്. ആ പാർട്ടി പ്രത്യേകമായിട്ട് പ്രഖ്യാപിക്കും. CPIM സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദമാഷ് സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസൃതമായി അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം പ്രവർത്തനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന നില വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വ്യാപകമായി പ്രചരണങ്ങളും സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ള നിലപാടും ഇപ്പോൾ കേരളത്തിൽ നടന്നു വരികയാണ്. ചില സീറ്റുകളിൽ സ്വതന്ത്രന്മാർ മത്സരിക്കുന്ന ചില സീറ്റുകളുണ്ട്. ആ സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവസാന ധാരണ വരേണ്ടതുണ്ട്. ബാക്കിയെല്ലാം പാർട്ടി തലത്തിൽ ഉള്ളതല്ല ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPM-ഉം CPI-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റു പാർട്ടികളും കഴിയാവുന്നത്ര വേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഭരണത്തിലാണ്. ആ 10 വർഷക്കാലം കേരളത്തിൻ്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ നടപടികൾ, അതിന് സമാനതകളില്ലാത്ത നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ വല്ലാതെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടും അതിനെ അതിജീവിച്ച് ജനങ്ങളെ പ്രശ്നങ്ങൾക്ക് കൈകാര്യം ചെയ്ത് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.